ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിച്ച അച്ഛന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറാനായ നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളിൽ ഒന്നാണ് ദനഹ. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ച് നിരവധി പ്രാദേശിക പാരമ്പര്യങ്ങൾ കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ച് ആഘോഷിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് നമ്മളുടെ ഭദ്രാസന ദേവാലയത്തിന് ഉള്ളത്. എന്നും പല ഭദ്രാസനത്തിൻ്റെ ദനഹ തിരുനാൾ ഇവിടെ മാത്രമല്ല ഇതര രൂപതകളിലും സംസാര വിഷയമാക്കിയിട്ടുള്ളതും പലരും ഇവിടെ വന്ന് കാണാനും കേൾക്കാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നതുമാണ്. ഏറ്റവും വലിയ ദൈവശാസ്ത്രം വെളിപ്പെടുത്തപ്പെട്ടത് ഈശോയുടെ മാമോദീസായിലാണ്. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ, വലിയ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ. ദൈവം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാണ് എന്ന് ഈശോയുടെ മാമോദീസ വേളയിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കുകയാണ്. വലിയ ഒരു വെളിച്ചം ആത്മീയ രംഗത്ത്, തിയോളജി രംഗത്തെല്ലാം വേദപുസ്തകം നമുക്ക് നൽകുന്നത് ഇവിടെയാണ്. തേജോ നയനം, ലൂമിനസ് ഐ എന്ന് അപ്രയം പുണ്യവാളൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. തേജോ നയനം, ലൂമിനസ് ഐ, തിളങ്ങുന്ന ശോഭയേറിയ കണ്ണ് ഉള്ളവൻ. ചില പള്ളികളിലൊക്കെ ദൈവപിതാവിൻ്റെ കണ്ണ് ത്രോണോസിൻ്റെ മുകളിൽ വച്ചിരിക്കും, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തേജോ നയനമാണത്. ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോഴാണ് ആ കണ്ണ്, ആ കാഴ്ചപ്പാട് നമുക്ക് ലോകത്തിന് കിട്ടുന്നതും നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ കൂടുതലായിട്ട് ചൊരിയുന്നതും. പുതിയ നിയമത്തിൽ പൗരസ്ത്യ ദൈവശാസ്ത്ര മേഖലകളിൽ ദനഹ തിരുനാൾ ഈശോയുടെ മാമോദീസയാണ്. പാശ്ചാത്യ സഭയിൽ പ്രധാനമായിട്ടും ഈ തിരുനാൾ പൂജ രാജാക്കന്മാരുടെ സന്ദർശനമാണ്. ന്യൂ ടെസ്റ്റമെൻറ്റിൽ വലിയൊരു തെയോഫനി വെളിപ്പെടുത്തലാണ്. ദുന്നഹ് എന്നുള്ള ശ്രീയാനി വാക്കിൽ നിന്നാണ് ദനഹ, സ്വയം വെളിപ്പെടുത്തുന്ന ആ ഒരു വലിയ കാര്യത്തിലേക്ക് വരുന്നത്. പഴയ നിയമത്തിൽ ധാരാളം തെയോഫനികൾ ഉണ്ടായിരുന്നു. ദൈവം പല പ്രകാരേണ വെളിപ്പെടുത്തി. കത്തുന്ന മുൾപ്പടർപ്പിൽ, മിന്നൽ പിണറുകളിൽ, ഇടിമുഴക്കത്തിൽ, അഗ്നിസ്തംഭത്തിൽ, മേഘത്തൂണുകളിൽ, സമാഗമ കൂടാരങ്ങളിൽ, മരുഭൂമിയിലെ മന്നയിലും കാടപ്പക്ഷിയിലും എല്ലാം വലിയ വെളിപ്പെടുത്തലുകൾ പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ട് അനുഭവിച്ചത്. ദൈവം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാണ് എന്നുള്ള ആ ഒരു വലിയ അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇന്നത്തെ ലിറ്റർജിയാണ് ഈ ദനഹായുടെ സത്യം
നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പുരാതനമായ ഒരു പ്രാർത്ഥന ഞാനിവിടെ ചൊല്ലാം. കുരുടനായ മനുഷ്യന് പുതിയ കൃഷ്ണമണികളെ സൃഷ്ടിച്ചതുപോലെ എന്നിൽ പുതിയ കണ്ണുകളെ സൃഷ്ടിക്കണമേ. എൻ്റെ പുറമേയുള്ള ചെവികളെ നീ അടയ്ക്കുകയും അകമേയുള്ള ചെവികളെ തുറക്കുകയും ചെയ്യണമേ. നമുക്ക് അകവെട്ടം തേടാനാവണം. ഇതാണ് പ്രാർത്ഥന. അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് അകവെട്ടം, ലൂമിനസ് ആയി, അതാണ് ഉള്ളിലുള്ള വെളിച്ചം, ഹൃദയത്തിലുള്ള വെളിച്ചം നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് വ്യക്തി ജീവിതത്തിലും ഇടവകകളിലും രൂപതകളിലും സഭയിലുമൊക്കെ അകവെട്ടം കുറേയെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അകവെട്ടം നഷ്ടപ്പെട്ടവർക്ക് ആരാണെങ്കിലും തേജോമയമായ സൗന്ദര്യത്തെ, ഈശോയെ കാണാനും അതിൽ ജീവിക്കാനും ഒക്കുകയില്ല. നഷ്ടപ്പെട്ട ആത്മീയ പരിപാകത നമ്മൾ തിരിച്ചു പിടിക്കണം. അതാണ് ദനഹ. ദൈവം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാണെന്ന് ഗൗരവതരമായ രീതിയിൽ വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ അകവെട്ടം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ്. ദൈവത്തെ നമ്മൾ അൺപോപ്പുലറാവുകയാണ്. ഈശോയെക്കുറിച്ച് പറയുമ്പോഴും അതാണല്ലോ, ഈശോ ദൈവമാണെന്നുള്ള ആ കാര്യം പറയാതെ നമ്മൾ വിടുകയാണ്. ഈശോ നല്ല മനുഷ്യനാണ് എന്ന കാര്യം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ദനഹ അതിനെല്ലാമുള്ള ഒരു തിരുത്തലാണ്. ദനഹായുടെ സായാഹ്ന പ്രാർത്ഥനയിൽ റംസായിൽ ഇന്നലെ നമ്മൾ അപേക്ഷിച്ചല്ലോ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിൻ്റെ മാമോദീസായാൽ എല്ലാ സമുദ്രങ്ങളും നദികളും അരുവികളും ജലത്തിൻ്റെ എല്ലാ ഉറവകളും വിശുദ്ധീകരിക്കപ്പെട്ടു. അവയെല്ലാം പരിശുദ്ധനാക്കിയവനെ, നിൻ്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളെ എപ്പോഴും നിൻ്റെ പരിശുദ്ധിയുടെ ഉറവിടമാക്കണമേ. അതാണ് ദനഹ തിരുനാൾ. വായി തോന്നുന്നതെല്ലാം സംസാരിക്കുകയും എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാമാണ് മനുഷ്യർ എഴുതി കൂട്ടുന്നത്. അധരങ്ങളുടെ, മനസ്സുകളുടെ, നാവുകളുടെ പരിച്ഛേദനവും വിശുദ്ധീകരണവും നഷ്ടപ്പെടുമ്പോൾ ആർക്കും എന്തും എവിടെ വെച്ചും പറയാം. അതെല്ലാം നമ്മൾ സഭയിൽ നിന്ന് അകവെട്ടം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരാണ്. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ നെസ്റ്റോറിയസിൻ്റെ പരിശുദ്ധ കുർബാന ക്രമമാണ്. ആണ്ടുവട്ടത്തിൽ 4-5 ദിവസങ്ങൾ മാത്രമേ ആ ക്രമം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ദനഹായിലാണ് ആദ്യത്തെ അതിൻ്റെ ഉപയോഗം. അതിലെ 1-2 കുഞ്ഞു പ്രാർത്ഥനകൾ ഇവിടെ ഞങ്ങൾ കണ്ണാടിയിൽ എന്നതുപോലെ അവ്യക്തമായി അനുഭവിക്കുന്നവയ്ക്ക് അവിടെ തെളിവായി സ്വർഗത്തിലുള്ള അതിവിശുദ്ധ സ്ഥലം പ്രാപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈശോ ജലാശയത്തിൽ ഇറങ്ങിയപ്പോൾ സംഭവിച്ചത്. നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ കുറേയൊക്കെ നമുക്കറിയാം, അത് അപൂർണമാണ്. എന്നാൽ അവിടെ ഈശോയുടെ വീട്ടിൽ സ്വർഗത്തിലെത്തുമ്പോൾ തെളിവായി അത് കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അതുപോലെ കുർബാനയിൽ ഞങ്ങളുടെ അന്ധമായിരുന്ന മനോനേത്രങ്ങൾ തുറന്ന് രക്ഷയുടെ മാർഗം തെളിയിക്കുകയും ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളെ ദീപ്തമാക്കുകയും ചെയ്യുന്നവനെ, അന്ധമായിരുന്ന മനോനേത്രങ്ങൾ തുറക്കപ്പെടേണ്ട ദിവസമാണ് ദനഹ. വീണ്ടും നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവരെ നീ സംരക്ഷിക്കണമേ. വലിയൊരു കോസ്മിക്കായിട്ടുള്ള ഒരപേക്ഷ വിശുദ്ധ കുർബാനയുടെ നടുവിൽ നമ്മൾ നടത്തുന്നതാണ്. വീണവരെ എഴുന്നേൽപ്പിക്കണമേ, നിൽക്കുന്നവരെ വീഴാതെ കാത്തുകൊള്ളണമേ. ആധ്യാത്മിക സമ്പത്ത് നിറഞ്ഞു നിന്നിരുന്ന നെസ്റ്റോറിയസും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമെല്ലാം ചേർന്ന് രൂപീകരിച്ച ആ കുർബാനയുടെ ഓരോ വാക്യവും രക്ഷാകര പദ്ധതി സമ്പൂർണമായിട്ട് നിറച്ച് വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അതാണ് ഈ പെരുന്നാളിൽ, ഈ ദനഹായിൽ നെസ്റ്റോറിയസിൻ്റെ കുർബാനക്രമം പൗരസ്ത്യ സുറിയാനി സഭകളെല്ലാം ആഘോഷിക്കണമെന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ ദനഹ മറ്റൊന്നുമില്ല. നമ്മെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രയാസമുള്ളതായിട്ട് നമുക്ക് തോന്നാം. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞു, മാമോദീസ ഒരു സോഷ്യൽ കൂട്ടായ്മ മാത്രമായിട്ട് ഇന്ന് താന്നുപോവുകയാണ്. ഒരു പ്രാധാന്യവുമില്ലാതെ ആരെയെങ്കിലും നിർബന്ധിച്ച് തലതൊട്ടപ്പനാണ് തലതൊട്ടമ്മയാണെന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി പള്ളിയിൽ പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് വീട്ടിൽ വലിയ ആഘോഷമാണ്. സോഷ്യൽ കൂട്ടായ്മയായിട്ട് മാമോദീസ മാറുകയാണ്. ഈ പള്ളിയിൽ നടത്തുന്ന കാര്യം അതാണ് ദനഹ എന്നും അവിടെയാണ് ആ കുഞ്ഞ് പരിശുദ്ധ ത്രിത്വത്തെ ഉൾക്കൊള്ളുന്നത് എന്ന് ഒന്നും സ്വീകരിക്കുന്നവർക്കോ നൽകുന്നവർക്ക് ഞാൻ കുറ്റം പറയുന്നില്ല, ഇഷ്ടപ്പെടുകയല്ല. അച്ഛന്മാർക്ക് ഇത് അറിയത്തില്ലെന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിനകത്തെ ഘടകങ്ങളാണ്. അതൊന്നും വേണ്ട രീതിയിൽ പഠിപ്പിക്കാതെ വീട്ടിലൊരു വിരുന്ന് വിളമ്പുന്നതാണ് മാമോദീസ. അതാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്, മാമോദീസ സോഷ്യൽ കൂട്ടായ്മയായിട്ട് മാറാതെ നിത്യതയുടെ ഇറ്റേണൽ ലൈഫിൻ്റെ കാതലായ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. ഈശോ വെള്ളത്തിലിറങ്ങിയപ്പോൾ അതാണല്ലോ, സ്വർഗം തുറന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു, ദൈവപിതാവിൻ്റെ സ്വരം കേട്ടു. അതാണ് പരിശുദ്ധ ത്രിത്വം, ഈശോയും റൂഹായും ദൈവപിതാവും. ഇതാണ് മാമോദീസ എന്ന് നമ്മൾ പഠിപ്പിക്കാതെ ആഘോഷങ്ങളിലേക്ക് വഴുതി മാറുമ്പോൾ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അകക്കാമ്പ് വിട്ടുകളയുകയാണ്. ഹൃദയ പരിവർത്തനത്തിലേക്ക് വിശ്വാസികളെ നയിക്കണം. പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞു, ഇഫ് ബോഡി ഈസ് ദ ടെമ്പിൾ, ഹാർട്ട് ഈസ് ദി ആൾട്ടർ. ശരീരമാണ് ദേവാലയമെങ്കിൽ ഹൃദയമാണ് അൾത്താര, ത്രോണോസ്. ഓരോ വ്യക്തിയും നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചിന്തകൾ നമ്മുടെ ജനത്തെ പഠിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തിരുനാളാണ് ദനഹ തിരുനാൾ. ഈശോ യോഹന്നാൻ്റെ മുമ്പിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് പ്രയാസമുണ്ടാക്കി. അതാണല്ലോ ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കേട്ടത്, നിന്നിൽ നിന്ന് ഞാനല്ലയോ മാമോദീസ സ്വീകരിക്കേണ്ടത്? ഏതോ മനുഷ്യനോട് ചോദിക്കുമല്ലോ, നിന്നിൽ നിന്ന് ഞാനല്ലയോ മാമോദീസ സ്വീകരിക്കേണ്ടത്? നീ എൻ്റെ പക്കൽ വന്ന് തലകുനിച്ച് മാമോദീസ തരാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ
അത് വലിയ പ്രയാസം പിടിച്ച കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, നീ ഒന്ന് സമ്മതിക്കുക, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അത് ലോകത്തിൻ്റെ അവസാനം വരെ കേൾപ്പിക്കുന്ന ഒരു സ്വരമാണല്ലോ. ഏറ്റവും വലിയ ഫീസ്റ്റ് ഡേ ആയിട്ട് ഈ തിരുനാൾ മാറുന്നതും ഈ തിരുവചനം കൊണ്ടാണ്. ഇപ്പോൾ ഇത് നീ ഒന്ന് സമ്മതിക്കുക. അത് എല്ലാ ക്രൈസ്തവരുടെയും മാമോദീസായുടെ അടിസ്ഥാനപരമായ കാര്യമായിട്ട് മാറുകയാണ്. എബ്രായ ലേഖനകർത്താവ് 10:7 പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, ഇവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു, അവിടുത്തെ ഹിതം നിറവേറ്റാനായിട്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെയും മനോഭാവം അതായിരുന്നല്ലോ. അങ്ങനെ ആ മാമോദീസായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട വലിയ രഹസ്യം നമ്മളെത്ര വായിച്ചാലും പഠിച്ചാലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധ്യമല്ല. ജനഹാ തിരുനാൾ ഒട്ടനവധി വെളിപ്പെടുത്തലുകളുടെയും തുടർന്നു വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും അനേകം ദുഹറാനുകളുടെയും ഓർമ്മകളുടെയും തിരുനാളാണ്. ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനയിലാണ് നമ്മൾ വെള്ളിയാഴ്ചകളിൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച പരിശുദ്ധ അമ്മയെ നമ്മൾ ഓർത്തു, ഇന്ന് ഈശോയെ ഓർക്കുന്നു. പിന്നീട് വരുന്ന വെള്ളിയാഴ്ചകളിലൊക്കെ പത്രോസ്, പൗലോസ്, ശ്ലീഹന്മാർ, എസ്തപ്പാനോസ്, തെയഡോറ്, നെസ്റ്റോറിയസ്, സുറിയാനി സഭയുടെ പിതാക്കന്മാർ, ദേറാക്കാർ, ഏകാന്തവാസികൾ, പ്രത്യേകിച്ച് അപ്രയും, നർസായി, യാക്കോബ് തുടങ്ങിയവർ, ഇതെല്ലാം ദുഹ്റാനകളാണ്. വിശുദ്ധരായ വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഇന്ന് ഈ ദനഹായെ തുടർന്ന് മറ്റ് വെള്ളിയാഴ്ചകളിലെല്ലാം ഈ ദുഹറാനകളുടെ കൂടെ തിരുനാളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ പൂർവ്വകാലങ്ങളിൽ ശേഷവിധിയായിട്ടും കർത്താവ് യോർദാൻ നദിയിൽ ഇറങ്ങിയതിൻ്റെ അനുസ്മരണമായിട്ട് രാക്കുളി തിരുനാൾ നടത്തുമായിരുന്നല്ലോ. രാത്രിയിലുള്ള കുളി, രാക്കുളി, പ്രത്യേകിച്ച് നമ്മുടെ ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ, ഇവിടെ പാലായിൽ പ്രത്യേകിച്ച്, നമ്മുടെ തന്നെ രൂപതയിൽ മുട്ടുചിറ, ചെറുപ്പുങ്കൽ, അരുവിത്തറ, അങ്ങനെയുള്ള വലിയ കേന്ദ്രങ്ങളിലെല്ലാം മീനച്ചിലാറിനോട് ബന്ധപ്പെട്ട് കിടന്ന തീരത്തുള്ള പള്ളികളിലെല്ലാം രാക്കുളി നടത്തിയിരുന്നു. ഈശോ യോർദാനിൽ വന്ന് മുങ്ങി എഴുന്നേറ്റ് നിന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെ പുരുഷന്മാർ മീനച്ചിലാറ്റിൽ ഇറങ്ങി മുങ്ങി കുളിച്ച് അംഗശുദ്ധി, ദേഹശുദ്ധി വരുത്തി പള്ളിയിൽ കയറുന്ന ആ പാരമ്പര്യമാണ് നമുക്ക് രാക്കുളി തിരുനാൾ. നസ്രാണികളുടെ ഇറ്റില്ലമെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മളുടെ ഈ മീനച്ചിൽ താലൂക്കിൻ്റെ ഏറ്റവും സജീവത്തായ ഒരു ഓർമ്മയായിരുന്നു അത്. യഹൂദ ഭാരതീയ പാരമ്പര്യങ്ങളുടെ തുടർച്ചയാണ്. നസ്രാണിത്വത്തിൻ്റെ സ്വത്വമാണ്. വെള്ളവസ്ത്രമണിഞ്ഞ് കുളിച്ച് ദേഹശുദ്ധി വരുത്തി പള്ളിയിൽ കയറണം എന്നുള്ള, അതാണ് അതിൻ്റെ പുറകിലുള്ള കാര്യം. കുളിച്ച് വൃത്തിയായി വെള്ളവസ്ത്രമണിഞ്ഞ് പള്ളിയിൽ പോകണം എന്ന നിർബന്ധബുദ്ധി നമ്മുടെ വീടുകളിൽ മാതാപിതാക്കൾ പുലർത്തിയിരുന്നു. അത് രാക്കുളി തിരുനാളായിട്ട് നമ്മളിവിടെ ഭാഗികമായിട്ട് ഇപ്പോഴും നമ്മൾ നടത്തുന്നുണ്ട്. ചെറുപ്പങ്കൽ നമ്മളൊരു കുരിശടി വെഞ്ചരിക്കുന്നു. ശ്ലീഹ വന്ന് കടന്നുപോയ സ്ഥലം, അവിടെ ഇന്നലെ
ഏതാനും യൂത്ത് രാക്കുളി നടത്തി. നമ്മുടെ രൂപതയ്ക്കുള്ളിൽ മറ്റ് സ്ഥലങ്ങളിലും അത് തുടരുന്നുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെടാതെ നമ്മൾ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. അത് എല്ലാവർക്കും തലേ രാത്രിയിൽ, ഇന്നലെ ധനഹായുടെ തലേ രാത്രിയിൽ മീനച്ചിലാറ്റിൽ ഇറങ്ങി കുളിച്ച് ശുദ്ധി വരുത്തി എല്ലാ പുരുഷന്മാരും ഇന്ന് പള്ളിയിൽ വരണമെന്ന് പറയുമ്പോഴും അത് പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെയുണ്ട്. എങ്കിലും പ്രതീകാത്മകമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. ഈ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള മറ്റ് ചുരുക്കം ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സുവിശേഷ പാരമ്പര്യത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന രാക്കുളി, പിന്നീട് മലയുന്ത്, പ്രവലങ്ങാട് കപ്പൽ പ്രദക്ഷിണം പോലെ ഇവിടെ മലയുന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നു. നമ്മുടെ ഇടവക്കാരൻ കൂടിയായ കട്ടക്കയത്തിൽ യൂസഫ് മൽപ്പാൻ കത്തനാരാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് നിർമ്മിച്ചതും അതിനകത്തുള്ള രൂപങ്ങളൊക്കെ സജ്ജീകൃതമാക്കിയതും. കട്ടക്കയം കുടുംബവും അവിടുത്തെ വലിയ വൈദികരും ശ്രീയാൻ മാപ്പിളയും എല്ലാം ഫലായുടെ ഒരിക്കലും മറന്നു കളയാത്ത മുത്തുകളാണെന്ന് നമുക്കറിയാം. ഇവിടെ ധാരാളം ആളുകൾ വരികയും ഇതുപോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കട്ടക്കയത്തിലെ കൊച്ചുചാണ്ടിയച്ഛൻ ആണ് നമ്മളുടെ കൽക്കുരിശുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. വിളക്ക് തെളിക്കുന്നതാണ് ധനഹ. നമ്മുടെ തൃശ്ശൂർ പോലെയുള്ള രൂപതകളിലൊക്കെ അതാണ്. വാഴപ്പിണ്ടിയിൽ വിളക്ക് കൊത്തി കുട്ടികൾ അതിനു ചുറ്റും ഏൽപ്പയ്യ, ദൈവം വെളിച്ചമാണ് എന്ന് പറഞ്ഞ് ഈ ധനഹായെ ആ പ്രാദേശികത്വത്തിൻ്റെ മണ്ണിൽ ഓർക്കുന്നു. നമ്മളിവിടെ രാക്കുളി നടത്തുന്നത് പോലെ ആ കൂട്ടത്തിലാണ് നമുക്ക് ഈ മലയുന്തും കൽക്കുരിശിൽ എണ്ണ പകരുന്നതുമെല്ലാം. അതിനൊക്കെ നേതൃത്വം കൊടുത്ത വലിയ കത്തനാരന്മാർ അല്ലെങ്കിൽ മൽപ്പാന്മാർ നമ്മുടെ രൂപതയ്ക്ക് മാത്രമല്ല, അവർ നമ്മുടെ സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും വലിയ മുതൽക്കൂട്ടായിരുന്നു. അതുപോലെ മതമൈത്രി പാലായുടെ ഹൃദയത്തിലുള്ള കാര്യമാണ്. ഈ ദേശവാസികൾ എല്ലാവരും ആ ഒരു ചിന്ത ഉൾക്കൊള്ളുന്നവരാണ്. നമ്മളുടെ ദേവാലയത്തിൻ്റെ മുമ്പിൽ പഴയ പള്ളിയോട് ചേർന്ന് കൽക്കുരിശും മൺചിരാതുകളും നിലവിളക്കും ഉള്ളത് നമുക്കറിയാം. നമ്മളത് തെളിക്കാറുണ്ട്, കത്തിക്കാറുണ്ട്. അതിനോട് ബന്ധപ്പെട്ട കടവപ്പുഴ ഹൈന്ദവ കുടുംബമാണ് അതിൻ്റെ കാര്യസ്ഥന്മാരെ പോലെ നിൽക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും വന്ന കർമ്മത്തിൽ കൂടിയതാണ്. ആ ഹൈന്ദവ കുടുംബം ഈ ഭദ്രാസന ദേവാലയത്തോടും രൂപതാ കേന്ദ്രത്തോടും വളരെ ചേർന്ന് നിന്ന് പെരുമാറുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഈ പള്ളിക്ക് സ്ഥലവും മറ്റു കാര്യങ്ങളുമൊക്കെ തന്ന് അനുവദിച്ച മീനച്ചിൽ കർത്താക്കൾ. ഭാസ്കരൻ കർത്തായോട് വലിയ ആത്മബന്ധം പുലർത്താൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലതവണ പോയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴും ഞാനവിടെ പോയി പ്രാർത്ഥിച്ചു. രൂപതാ കേന്ദ്രത്തിലും അദ്ദേഹം അനേകം തവണ വന്നിരുന്നു. വയലിൽ പിതാവിനോടും പള്ളിക്കാപ്പറമ്പിൽ പിതാവിനോടുമുള്ള ദീർഘകാല ബന്ധത്തിൻ്റെ അടയാളമായിട്ടാണ് അദ്ദേഹവും ആ തറവാടും ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചത് ഈ ഭദ്രാസനത്തോട് ബന്ധപ്പെട്ട പ്രാദേശിക പാരമ്പര്യങ്ങൾ കൂടെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും
നമ്മളുടെ കുഞ്ഞുങ്ങളെ അതെല്ലാം പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് നമുക്കെല്ലാവർക്കും അനുഭവിച്ചറിയാൻ കഴിയുന്നത്. എല്ലാവർക്കും ഒരു അകവെട്ടം കൂടുതലായിട്ടുണ്ടാകണം. ശാന്തമായിട്ടിരിക്കാൻ പലർക്കും പറ്റുന്നില്ല. ശാന്തി കിട്ടാത്ത ആത്മാക്കളെ പോലെ ഓടി നടക്കുന്ന അനേകം മനുഷ്യരെ ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട്. എന്തിനാണ് ഇത്രയും വ്യഗ്രതയെന്ന് എനിക്കറിയത്തില്ല. എന്തിനാണ് ഇത്ര വ്യഗ്രത? നമ്മൾ പ്രാർത്ഥിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുക, ആ ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അങ്ങനെയുള്ള ഒരു ജീവിത വീക്ഷണത്തിലേക്ക് കൂടെ വരാനായിട്ട് ഈ ദനഹ സഹായിക്കണം. കുർബാനയിൽ നമ്മളുടനെ കേൾക്കും, വീണവരെ എഴുന്നേൽപ്പിക്കണമേ, നിൽക്കുന്നവരെ വീഴാതെ കാക്കണമേ. അത് മാത്രം മതി. അത്രയും കാര്യം ഈശോയോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആത്മീയ തലം ശുദ്ധമാകും, വെടിപ്പുള്ളതാകും. ദനഹ എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വലിയ തിരുനാളിൽ പ്രത്യേകിച്ച് പല ഭദ്രാസനം നമ്മുടെ സഭയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ദേവാലയമാണ്. ഇവിടുത്തെ കർമ്മങ്ങളും ഇവിടെയുള്ള നമ്മളുടെ ശുശ്രൂഷകളുമെല്ലാം സഭയുടെ വളർച്ചയ്ക്ക് ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും വിശുദ്ധിയും നേതൃപാഠവും ഈ ഭദ്രാസന ദേവാലയത്തെയും ഈ ഫൊറോനായെയും വളരെയേറെ ഐക്യത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. ഒരു വലിയൊരു ടീമാണ് അച്ഛന്മാരും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും ധാരാളം സിസ്റ്റേഴ്സ് ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ദനഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു, ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.